അതുകൊണ്ടാണ് എടുത്തു കൊടുത്തപ്പം നെഞ്ച് പിടയ്ക്കാഞ്ഞത്. ഉണ്ടോ? പിടച്ചു കാണും. പിടച്ചാലും ബലിപീഠത്തിന് മുമ്പിൽ അവരെ മുട്ടുകുത്തിക്കാൻ സാധിച്ചത് അതിനേക്കാൾ സ്നേഹിച്ചു ആ ബലിപീഠത്തെയും. അവർ എല്ലാ ദിവസവും കാണുന്ന ബലിപീഠത്തെയും അവിടെ നിന്ന് അച്ഛൻ വിളിച്ച് പറയുന്ന എൻ്റെ ശരീരമെന്ന വാക്കിനെയും ഒക്കെ അവർ കണ്ടമാനം സ്നേഹിച്ചു. നമ്മുടെയൊക്കെ നാട്ടിൽ അച്ഛനും ഇല്ല, ദൈവവിളിയില്ല, അനാഥശാലയില്ല, ഹോസ്പിറ്റലും ഇല്ല. ഞാൻ പ്രിയമുള്ളവരെ മലബാറിൽ ചെന്നപ്പം എൻ്റെ ചെവിയിൽ ഒരാൾ പറഞ്ഞു, തിരുമേനി, നമുക്ക് മാത്രമേ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാതെ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് തുടങ്ങും. ഞാൻ പറയുന്നത് നല്ല കാര്യമാണ്, നമുക്കൊരെണ്ണം തുടങ്ങിയേക്കാമെന്ന് പറയും. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇവിടെ ഇപ്പോൾ ഏതാ ഹോസ്പിറ്റലുള്ളത്? അവൻ പറഞ്ഞു, അത് ബത്തേരിയിലൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ബത്തേരിയിലെ ഹോസ്പിറ്റൽ ആരുടെയാണ്? അന്നേരം പറഞ്ഞത് കത്തോലിക്ക സഭയുടെ ഹോസ്പിറ്റൽ. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ സിസ്റ്റർമാരാണോ? പറഞ്ഞു, അതുങ്ങൾ മുഴുവനോടെ എന്താണ് ജീവൻ കൊടുത്ത് അങ്ങോട്ട് നിൽക്കുക. സിസ്റ്റർമാർ കിട്ടുന്ന ശമ്പളം മുഴുവൻ സഭയ്ക്ക്. ആ സ്ഥാപനം വർഷങ്ങളായി നടന്നു പോകും. ഞാൻ ചോദിച്ചു, ഞാൻ ഇതാ ആരെയായിരിക്കും അപ്പോയിൻ്റ് ചെയ്യാൻ പോകുന്നത്? അതുങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു? ജീവിതം കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യും? സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. നമുക്ക് അനാഥശാല വേണമെന്ന് ആഗ്രഹമുണ്ട്, ഓൾഡ് ഏജ് ഹോം വേണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ ഹോസ്പിറ്റൽ വേണമെന്നുണ്ട്, പിന്നെ എന്നൊക്കെ ആഗ്രഹം ഓരോരുത്തർക്ക്. ഞങ്ങളെ കാണുമ്പോഴേ ഇതെല്ലാം പങ്കുവെക്കുന്നത്. നമുക്ക് എന്തെല്ലാം വേണം? സുവിശേഷ പ്രസംഗം നടത്താൻ വേണം, ധ്യാന ഗുരുക്കന്മാരെ വേണം, അല്ലേ? ധ്യാന ഗുരുക്കന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഇത് പിടിച്ചു പോയി. ഇപ്പം ധ്യാന ഗുരുക്കന്മാർക്ക് എന്നാ ഡിമാൻഡെന്നറിയോ? എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ധ്യാന ഗുരുക്കന്മാർക്ക് നാട്ടിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. സത്യത്തിൽ ഞാൻ ഓർക്കും, ഞാനൊരു ധ്യാനഗുരുവായത് ആദ്യം തന്നെ ഇറങ്ങിപ്പോരുമ്പം വീട്ടിൽ നിന്ന് 10 പൈസ ഇല്ലാതെ ഇറങ്ങിപ്പോകുന്ന ആളാണ്. ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകുന്ന ആൾ. അന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആണ്ടിൽ കഴിവുണ്ടേ ഒറ്റ പ്രാവശ്യം വീട്ടിൽ പോകത്തുള്ളൂ. ഒറ്റ പ്രാവശ്യം പിന്നെ വീട്ടിൽ പോകത്തില്ല. കാരണം എന്താണ്? വീടിനോട് ആഗ്രഹം തോന്നാതിരിക്കാൻ, വീടിനോടും വീട്ടുകാരോടും അധികം ആഗ്രഹവും സ്നേഹവും തോന്നാതിരിക്കാൻ ഞാൻ ആണ്ടിൽ ഒറ്റ പ്രാവശ്യം വീട്ടിൽ പോകത്തു. അച്ഛനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമോ, എന്നെ തിരുമേനി എന്നെ വീട്ടിൽ പോകാത്ത. ഞാനിതിൻ്റെ രഹസ്യമൊന്നും ആരോടും പറയാത്തില്ല. ഞാൻ പറയാം, പോകണം. പ്രിയമുള്ള, എന്തുകൊണ്ടാണെന്നറിയോ? ഇതാ തമ്പുരാൻ്റെ സ്നേഹം പങ്കുവെക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. കൊടുത്തടത്ത് അത് ഉപയോഗിക്കപ്പെടണം. ഞാൻ എറിയപ്പെട്ട സ്ഥലത്ത് കത്തിത്തീരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, മനുഷ്യനായി, ദൈവപദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ഇതാ ദൈവപദ്ധതിയുടെ ഭാഗമായ ഒരു കുടുംബം. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ കുറവുകളും അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഈ മനുഷ്യനെ ശുശ്രൂഷിക്കും, സ്വീകരിക്കും. അങ്ങനെ അങ്ങോട്ട് നോക്കിക്കുക ഭർത്താവിനെ. അതോടുകൂടി ഭർത്താവ് അന്തോണിയോസ് പുണ്യാളൻ്റെ മുഖമായിരിക്കും. ഇപ്പം എന്നാ തോന്നുന്നത്? ഈ അഭിഷേകം നിങ്ങളുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭർത്താവിനെ ഒരു ധ്യാനവും കൂടാതെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ 3 ദിവസത്തെ ലീവ് എടുത്തുകൊണ്ട് ഈ പുള്ളിയെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന എന്താണ്? തിരുമേനി ഈ പുള്ളിയെ അന്തോണിയോസ് പുണ്യാളനാക്കി നമുക്ക് തരും. അതോടുകൂടി എടി ശോശേ, ഈ വിളി പ്രതീക്ഷിച്ച നാളെ ഇയാൾ ഇങ്ങനെ പ്രതികരിക്കുന്നു, എടി മനസ്സിൽ എടി. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതൊന്നും അന്തോണിയോസ് പുണ്യാളനാകേണ്ട ആവശ്യമില്ല. ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഉള്ളു നന്നായി കഴിയുമ്പോൾ ഈ ടൈപ്പ് സാധനത്തിനെ ദൈവം നോക്കാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് ഇത്രയും ദീർഘക്ഷമ നൽകിയെന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ പ്രിയമുള്ളവരെ ഇതാ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ സാധിക്കണം. ദൈവവിളി ഉണ്ടാകണം, കുടുംബജീവിത ദൈവവിളി ഉണ്ടാകണം. ഉണ്ടെങ്കിൽ പ്രിയമുള്ളവർ സംഗതി എളുപ്പമായി. അതുപോലെ നിങ്ങളുടെ ഭാര്യയെ ഇതാ ദൈവം വിളിച്ച് വേർതിരിച്ച് അയർലൻഡിൽ കൊണ്ടുവന്ന് ദൈവത്തിന് ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല, നിങ്ങളൊരു കൂട്ടുപോകുന്നതാണ്. ആർക്ക് വേണ്ടിയാണ്? ഈ ദേശത്തുള്ള രോഗികൾ അവരുടെ ഇടയിൽ പോയി കാലെല്ലാം നിന്ന് വേദനയെടുത്ത് വെരിക്കോസ് വെയിനുമായി എന്ത് പ്രയാസമാണെന്നറിയും. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നേഴ്സുമാരുടെ ബുദ്ധിമുട്ട്. കാരണം ഞാൻ നിൽക്കുന്ന ആളായതുകൊണ്ട് കാലിനെല്ലാം വേദന, ഉപ്പൂറ്റിക്ക് വേദന, മുട്ടിന് വേദന, പിന്നെ എളിക്ക് വേദന, പിന്നെ ഒന്നും അറിഞ്ഞില്ലെന്നുള്ള മട്ടിലങ്ങ് നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് അറിയാതെ എങ്ങാനും ഇച്ചിരി സ്വരമുയർന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സ്വഭാവം മാറും. പുള്ളി അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ അവളിന്ന് എന്നോട് ചൂടായി, എന്നാൽ പിന്നെ പോയേക്കാന്ന് പറഞ്ഞു ഒരു കുപ്പി മേടിച്ചടിക്കും. ഉണ്ടോ? അപ്പോൾ ഓർക്കണം, ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയുടെ ദൈവവിളിയുടെ ഭാഗമാണ് ഞാൻ, ഒരു സ്ത്രീയുടെ ഭാഗമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അവളെ ബഹുമാനിക്കണം,
സ്നേഹിക്കണം. എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിനെ ജന്മം നൽകാൻ ദൈവം നൽകി. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് ദൈവവിളി എന്ന് പറയുന്നത്. ഒരു പുരോഹിതൻ എന്താ ചിന്തിക്കേണ്ടത്? ദൈവം ഈ ജനത്തിന് വേണ്ടി, എത്ര മോശപ്പെട്ട ജനം ആയിക്കോട്ടെ, എത്ര കൊള്ളുകയില്ലാത്ത ജനമാണെങ്കിൽ എന്താ, തമ്പുരാൻ എന്നെ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിയോഗിച്ചവൻ. അതുകൊണ്ട് എന്നാക്കെ കുറവുണ്ടെങ്കിലും എന്നാക്കെ പോരായ്മയുണ്ട്, ഈ ജനത്തിന് വേണ്ടി ഞാൻ ജീവിക്കും, മരിക്കും എന്ന സ്നേഹപ്രചോദനത്തിൽ ഒരച്ഛൻ പള്ളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ജനം എന്താ ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും ജനം ചെയ്യാൻ പോകുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് പോലെ ചെയ്യും. അച്ഛന്മാർക്കറിയാൻ മേലാതെ പോകുന്നൊരു രഹസ്യമാണ്, നമ്മുടെ ആളുകളെപ്പോലെ ഇത്ര ശുദ്ധ പാവങ്ങൾ വേറെയില്ല. കർത്താവിൻ്റെ വചനവും ദൈവസ്വരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ, പ്രിയമുള്ളവർ, ജനം പ്രതികരിക്കുന്ന രീതി കണ്ടാൽ കരഞ്ഞു പോകും. ഞാൻ കഴിഞ്ഞ ദിവസം ചുമ്മാ ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ വെറുതെ നടന്നു. ഞാൻ പറഞ്ഞു, ഇടുക്കിയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പട്ടിണി കൊണ്ട് മനുഷ്യൻ കിടക്കുകയാണ്. നിങ്ങളിത് ഈ നോയമ്പ് ഇങ്ങനെ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. നോമ്പിൽ മിച്ചമുള്ള ഭക്ഷണം മാറ്റി വെച്ചേച്ച് ഇത് പാവപ്പെട്ടവന് കൊടുക്കണം. നിങ്ങളുടെ വീട്ടിൽ ഇതാ 4 മുളക് പാക്കറ്റ് മേടിച്ചാൽ ഒരെണ്ണം പാവപ്പെട്ടവന് വേണ്ടി മാറ്റി വെക്കും. പ്രിയമുള്ളവർ, ഞാനിതെല്ലാം പറഞ്ഞേച്ച് ഞാനങ്ങ് പോയി. സാധനം കുറച്ച് വരട്ടെന്ന് ഓർത്താ. അച്ഛൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ വന്നിച്ച് പറയുക, സാധനത്തിൻ്റെ കൈലാസമാണ്, മുളക് പൊടിയും മല്ലിപ്പൊടിയും കാരണം നിക്കക്കള്ളിയില്ല അവിടെ. അതുപോലെ സാധനം വന്നിറഞ്ഞിരിക്കുക. ഞാൻ ഓർത്തു, ഈ ജനം എന്ത് പാവങ്ങളാണ്. എൻ്റെ വാക്ക് കേട്ട് പ്രിയമുള്ളവർ, ആ ജനം മുഴുവൻ, ആ സാധനം മുഴുവൻ കൊണ്ട് കുമിച്ചു കൂട്ടി. ഇന്നലെ ഞാൻ മൊബൈൽ എടുത്ത് കഴിയും കാണുന്നത്, കുറേ ആളുകൾ ഇതെല്ലാം ചുവന്ന് കെട്ടി കൊണ്ടുപോകുക. എങ്ങോട്ടാണ്? ഇടുക്കിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ വീടുകൾ വഴി കയറി ഇറങ്ങി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൊടുക്കുക. കണ്ടോ, തമ്പുരാൻ്റെ വചനം പ്രാവർത്തികമാകാൻ കണ്ടോ, അവരുടെ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും വിലയാണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ ഈ ചിത്രം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്താണ്? തൂത്തൂട്ടിയുടെ പ്രദേശങ്ങളിൽ ധ്യാനം കൂടാൻ വരുന്നവൻ്റെ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും വില ചുമന്നുകൊണ്ട് എൻ്റെ കൂടെയുള്ള സുവിശേഷകർ ഇടുക്കിയുടെ പ്രാന്തപ്രദേശത്തിൽ പോകും. ഇതെന്താ? ഈ മല്ലിപ്പൊടി കൊടുക്കുമ്പോൾ, മുളക് പൊടി കൊടുക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റും, ഇത് ഞങ്ങളുടെ ശരീരമാണ് കേട്ടോ, ഞങ്ങളുടെ അധ്വാന, നീ തിന്ന്, നീ തിന്ന്. അതിന് പറയുന്ന പേരാണ് സ്നേഹം. സ്നേഹം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പൊട്ടിമുളയ്ക്കേണ്ട ജീവൻ്റെ ഉറവ, സ്നേഹത്തിൻ്റെ ഉറവയാണ് പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ ഉറവ. ആ സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടിമുളയ്ക്കാതെ എവിടെയോ ഈ ഉറവകൾ വറ്റിപ്പോയതാണ് ഇന്ന് സഭ നേരിടുന്ന പ്രതിസന്ധി. വേറൊരു പ്രതിസന്ധിയില്ല സഭയ്ക്ക്, വേറൊരു പ്രതിസന്ധി ഇന്ന് സഭയ്ക്കില്ല. ഒറ്റ പ്രതിസന്ധിയേ ഉള്ളൂ, തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ നീരുറവ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വറ്റിപ്പോയി. വേറൊന്നുമില്ല. അത് പുരോഹിതന്മാരുടെ ഹൃദയത്തിലും കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിലും വറ്റിപ്പോയിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലും വറ്റിപ്പോയിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, തമ്പുരാനെ സ്നേഹത്തിൻ്റെ നീരുറവയുണ്ടാകട്ടെ. ഞാനിന്ന് അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ അയർലൻഡിലേക്ക് വീണ്ടും ധ്യാനിപ്പിക്കാൻ വന്നതുകൊണ്ടാണെന്നറിയും. ആദ്യം വിളിച്ചപ്പോൾ തന്നെ വരാൻ കാര്യം, ഈ 10 ഗോൾവേയിലെ 10 ഇടവക്കാർ മാത്രമുള്ളൂ. ഈ 10 ഇടവക്കാർ കൂടി എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, താമസിച്ചുള്ള ധ്യാന തിരുമേനി 3 ദിവസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഈ 3 ദിവസം എങ്ങനെ നിൽക്കും? കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു, എങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഇത് നടത്തണ്ടേ? അന്നേരം പറഞ്ഞു, ഞങ്ങൾ ഈ 10 പേര് കൂടി ആണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്, താമസവും ഭക്ഷണമൊക്കെ ഫ്രീയാണ്. ഞാൻ പറഞ്ഞു, ഫ്രീയോ? അത് പറഞ്ഞു, എല്ലാം ഫ്രീയാണ്. എനിക്ക് അത്ഭുതമായി. ഞാനിവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, തിരുമേനിക്ക് ഇന്ന് ഹോട്ടലാണ്. ഞാൻ ഹോട്ടലിൽ കിടക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഓർത്ത്, ഇവന്മാർക്ക് വല്ല തലയ്ക്ക് വല്ല വെളിവല്ലോ ഉണ്ട്, കാശില്ലാത്ത. അന്നേരത്തിനും പറയാണ്, പള്ളി പണിയാൻ മേടിക്കാൻ പോവാണ്, 10 പേര് കൂടി പള്ളി മേടിക്കാൻ പോവാണ്. ആ കാശെടുത്താണ് ഇപ്പോൾ എന്ത് ചെയ്യും, ധ്യാനം നടത്തുന്നത്. ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു, ഇതുങ്ങൾക്ക് വല്ല കോള് വല്ലതും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, 15,000 യൂറോ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് 10 പേര് കൂടി. എനിക്ക് മനസ്സിലായി, ഇത് നെഞ്ചത്തിൻ്റെ അകത്തുനിന്ന് വന്ന സ്നേഹത്തിൻ്റെ പ്രതികരണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഞാൻ ഈ വർഷവും വീണ്ടും പ്രിയമുള്ളവർ ഞങ്ങളെല്ലാവരും കൂടി വന്നത്. ഈ ബ്രദറും അതുപോലെ അച്ഛനും ഒക്കെ വന്നത്. ആ സ്നേഹം ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ആവേശമായി. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒന്ന് കുമ്പസാരിപ്പിക്കാനും ഒക്കെ ആയിട്ട് അച്ഛന്മാരെല്ലാം വന്നിരിക്കുന്ന നിങ്ങളുടെ ഈ ശുശ്രൂഷ കണ്ടിട്ടാണ്. തമ്പുരാൻ പോലും വിറച്ചു സ്നേഹിക്കുന്നത് കണ്ടിട്ട്. അതുകൊണ്ടല്ലേ പള്ളി മേടിക്കാനുള്ള കാശെടുത്ത് വെച്ച് ധ്യാനം നടത്തിയിട്ട് അവസാനം പ്രിയമുള്ളവർ പള്ളി വരെ തമ്പുരാൻ കൊടുത്തു. ഈ വർഷം ഞാൻ വന്നപ്പോൾ പ്രിയമുള്ളവരെ, ആ പള്ളിക്കകത്ത് കയറിയപ്പം നെഞ്ച് കരിഞ്ഞു പോയി. കാരണം എന്താണ്? ഒരു കൊച്ചു പള്ളി, 10 പേർക്കുള്ളൊരു കൊച്ചു പള്ളി കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നു. അവിടെ കയറി നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. പോന്നപ്പം ഞാൻ ഓർത്തു, ഇതുങ്ങൾ
തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ പ്രചോദനം മൂലം സ്വന്തം മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും വില തലയ്ക്ക് വെളിവില്ലാത്തവരെ പോലെ വെളിവുള്ളവരും ചെയ്യുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത്. ചെയ്തപ്പം പ്രിയമുള്ളവരെ അതിനോട് സ്വർഗം പോലും എന്ത് ചെയ്തു? പ്രതികരിച്ചു. യൂറോപ്യൻ പ്രിയമുള്ളവർ 90, 100, 150 ഇടവകയുള്ള സമ്പന്ന ഇടവകകളുണ്ടായിട്ട് ഇതാ യൂറോപ്യൻ മേഖലയിൽ ആദ്യമായിട്ട് ഒരു ദേവാലയത്തിൽ ഇതാ കയറി നിന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടേതാന്നൊക്കെ പറഞ്ഞ് എഴുതി കിട്ടിയിട്ടില്ലെങ്കിലും നമ്മുടേതാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുള്ള ഒറ്റ ഇടവക ഈ ഗോൾവേ പള്ളിക്കാർ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഗോൾവേയാണ്. നമ്മൾ കൈയടിച്ച എല്ലാവരും കൂടെ കൂടി. ദൈവവിളി യേശുവിൻ്റെ സ്നേഹത്താൽ പ്രചോദിതമായി. അതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ യൂറോപ്യൻ മേഖലയിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഇനി ഒന്നിൻ്റെ കുറവേ ഉള്ളൂ: തമ്പുരാൻ്റെ സുവിശേഷ സ്നേഹം. യേശുവിനെ കിട്ടണം. എന്നെ നോക്കണ്ട, നിങ്ങൾ അച്ഛന്മാരെ നോക്കണ്ട, ആരെയും നോക്കണ്ട, ഒരാളെ നോക്കാവുള്ളൂ: യേശുവിനെ. നിങ്ങളെ സ്നേഹിച്ച് പങ്കുവച്ച് ഇതാ തീർന്നു പോയൊരുത്തൻ അവൻ ഉയർത്തെഴുന്നേറ്റു നമ്മളിലൂടെ. അതുകൊണ്ടാണ് ഈ സഭയ്ക്ക് പേര് കെംദാ സഭ, ഉയർപ്പിൻ്റെ സഭ. ഇനി ഞാനല്ല ശരീരം, നിങ്ങളാ ശരീരം. അതാണ് സുറിയാനി സഭ എന്ന് പറയുന്നത്. ഞാനല്ല ഈ ശരീരം, ഇനി നിങ്ങളാ ശരീരം. അതുകൊണ്ട് നിങ്ങളുണ്ടേലേ ഞാനുള്ളൂ. യേശു പറയുക, നിങ്ങളുണ്ടേലേ ഞാനുള്ളൂ, ഇല്ലെങ്കിൽ അയർലൻഡിൽ ഞാനില്ല. നിങ്ങളുണ്ടേലേ UK ഞാനുള്ളൂ, ഇല്ലെങ്കിൽ ഞാനില്ല. അതാ പ്രിയമുള്ളവരെ യേശു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയണം, ഏതെങ്കിലും ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് എല്ലാ ദിവസവും യേശു പറയും, ഇതെൻ്റെ ശരീരം, നിങ്ങൾ തിന്നോ. ഒരു ദിവസമെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ യേശുവേ ഇതെൻ്റെ ശരീരം? ഒത്തിരി പാപമൊക്കെയുള്ള ശരീരമാണ്. വീഴ്ചകളും ബലഹീനതകളും പറ്റുന്നുണ്ട്, കുറവുകളും പറ്റുന്നുണ്ട്. പക്ഷേ നിനക്ക് പറ്റുമെങ്കിൽ ഇതങ്ങോട്ടെടുത്തു, നിനക്ക് പറ്റുമെങ്കിൽ ഇതങ്ങോട്ടെടുക്ക്. എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക. കൊടുത്തിട്ടുണ്ടോ? കൊടുത്തു നോക്ക്. പ്രിയമുള്ളവരെ, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. പുണ്യം കൊണ്ടൊന്നുമല്ല, കാരുണ്യം കൊണ്ട്, സ്നേഹം കൊണ്ട്. നമ്മുടെയൊന്നും പുണ്യം കൊണ്ട് പ്രിയമുള്ളവർ നന്നായിട്ട് അന്തോണിയോസ് പുണ്യാളനെ പോലെ ആയിട്ട് ഒരിക്കലും ഇനി പുണ്യമൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. പരിമല തിരുമേനിയെ പോലെ ആകാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതൊന്നും എന്നെക്കൊണ്ട് ഇനി നടക്കാൻ പോകുന്നില്ല. പ്രിയമുള്ളവർ, എന്നെക്കൊണ്ട് ഞാനല്ല ആകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ദുർബല ശരീരം കർത്താവിന് കൊടുത്തിട്ട് എനിക്ക് പറയരുത്, കർത്താവേ വേണേ എടുത്തു, നിനക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലൊക്കെ നീ ഉപയോഗിക്കുക. നിങ്ങൾ വിചാരിച്ചാൽ ഇനി എന്തെങ്കിലും ഈ കോട്ടിനകത്ത് കയറാൻ പറ്റുമോ? എന്നിട്ട് സുവിശേഷം ഒന്ന് പ്രസംഗിക്കണം, നടക്കുമോ? നടക്കുകയില്ല പ്രിയമുള്ളവർ. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളിനിയിപ്പോൾ കല്യാണം ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? പ്രിയമുള്ളവർ, എന്തോ ഒരു ഇടിയാണെന്നറിയോ? അപ്പോൾ പറയും നടക്കാൻ പോകുന്ന കാര്യമില്ല, എന്തുമാത്രം വിഷമാണ്. അപ്പോൾ പ്രിയമുള്ള അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ അവസ്ഥയിൽ എൻ്റെ കൂടെ ഞാനിങ്ങനെ എപ്പോഴും പറയുമ്പോഴത്തേന് എല്ലാവരും പറയും, അത് തിരുമേനി കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഇതൊക്കെ പറയാം, അച്ഛന്മാർക്ക് അവരുടെ പ്രൊഫഷൻ ആയതുകൊണ്ട് ഇതൊക്കെ പറയാം. എൻ്റെ കൂട്ടത്തിലൊരു ചെറുപ്പക്കാരനുണ്ട്. അങ്ങേരുടെ പേരെന്നാണെന്നറിയോ പ്രിയമുള്ളവരെ? ഇന്ന് പുള്ളി എനിക്കൊരു സുവിശേഷ പ്രസംഗമാണ്. ഒരു ചെറുപ്പക്കാരനുണ്ട്, അയാളുടെ പേര് സുനിൽ, പ്രഘോഷകനാണ്. ഞാൻ ഓർത്ത ഈ വർഷം കൊണ്ടുവരണമെന്ന്. അതൊരു സുവിശേഷം തന്നെയാണ് പ്രിയമുള്ളൊരു സുനിൽ. 8ാം ക്ലാസ് വിദ്യാഭ്യാസം. പ്രിയമുള്ളവരെ, വീടില്ല, വണ്ടിയില്ല, ബൈക്കില്ല, ഒന്നുമില്ല, നടപ്പാ. പലരും പറഞ്ഞു വണ്ടി തരാമെന്ന്. ഒരിക്കൽ പ്രിയമുള്ളവരെ ഒരാൾ പറഞ്ഞു ഒരു കാറ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. കാരണം ഓരോ സ്ഥലങ്ങളിൽ ഓടിയെത്തണ്ട. മിക്കവാറും ദിവസങ്ങളിൽ എനിക്ക് പുള്ളി ഒന്ന് വഴക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നാണ്. കാരണം സമയത്ത് വരികയില്ല, ലേറ്റായിട്ടാണ് അവർ. അപ്പം പലയിടത്തും ഇങ്ങനെ ലേറ്റ് ആയതുകൊണ്ടായിരിക്കും ആരാണ്ട് പറഞ്ഞൊരു കാറ് മേടിച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, കാറ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നടന്നു കഴിഞ്ഞപ്പം ഒരു ദിവസം വണ്ടിയിലിരിക്കുമ്പം ഒരു വല്യമ്മ വിഷമിച്ച് ആ തള്ളയെ പിടിച്ച് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്തു. കൈ നോക്കിയപ്പോൾ കാശില്ല. അവർക്ക് കാശ് കയ്യിലുണ്ടായിരുന്ന പൈസക്കകത്തുനിന്ന് 1500 കിട്ടുന്ന വല്ല പ്രസംഗത്തിന് അതിനകത്തുനിന്ന് പകുതി കൊടുത്തു. ബാക്കിയുള്ളതിന് വെച്ച് മുണ്ടും ഷർട്ടും എല്ലാം മേടിച്ചു കൊടുത്തു, ഭക്ഷണവും മേടിച്ചു കൊടുത്തു. അങ്ങനെ 1500 തീർന്ന് അതിനെ കയറ്റി ഏതോ ബസ്സെ കയറ്റി വിട്ടേച്ച് അടുത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. താമസിച്ചത് 1/2 മണിക്കൂർ താമസിച്ച്. പ്രിയമുള്ളവരെ, അന്ന്
ഈ സുനിൽ പറയുകയായിരുന്നു, അന്ന് എൻ്റെ മനസ്സിൽ തമ്പുരാൻ ഇരുന്ന് ചോദിച്ചു, മോനെ നിനക്ക് കാറ് വേണോടാ? നീ കാറുണ്ടായിരുന്നെങ്കിൽ ഈ സ്ത്രീക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമില്ല, അതുകൊണ്ട് കാറ് വേണ്ട, അതുകൊണ്ട് കാറ് മേടിക്കാത്തവൻ. ഒരിക്കൽ പ്രിയമുള്ളവർ, ഒരാൾ വീടില്ലാത്ത മനുഷ്യനോട് പറഞ്ഞു, എടാ സുനിലെ, നിനക്ക് ഞാനൊരു വീട് തന്നേക്കാമെന്ന്. ഒരു കോൺട്രാക്ടർ പറഞ്ഞു, നിനക്ക് ഞാനൊരു വീട് പണിത് തന്നേക്കാം. ഉടനെ തരുമെന്ന് ഉറപ്പാണ്? അതേന്ന് പറഞ്ഞു. എങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ള പാട്ടുകാരന് തീരെ ഗതികേട്, അവന് കൊടുത്തേക്കാൻ പറഞ്ഞു. ഉടനെ ആ പുള്ളി അന്തം വിട്ട് നിന്നു. സ്വന്തമായിട്ട് വീട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പറയാം, അത് പാട്ടുകാരന് കൊടുത്തേക്കാൻ, അവനില്ലെന്ന്. പ്രിയമുള്ള എന്നാ ചെയ്യുന്നറിയോ? ആ മനുഷ്യൻ 3 പേർക്ക് വീട് വെച്ച് കൊടുത്തു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 3 പേർക്ക് ഓരോ വീട് കൊടുത്തു. അങ്ങനെ സുനിലിന് വീടുണ്ടായി. എവിടുന്നെങ്കിലും, ഞാൻ ഈയിടെ ഓർക്കുമായിരുന്നു, ഒരു സ്ത്രീ ഈ അടുത്ത കാലത്ത് ഒരു 10-32 വയസ്സുള്ളൊരു പെണ്ണാണ് എങ്ങാണ്ട് ഇറങ്ങിപ്പോയി. പ്രിയമുള്ളവർ, സുവിശേഷ പ്രസംഗം കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പുള്ളിയുടെ വീട്ടിൽ ചെന്നു. എന്ത് ഗ്യാരണ്ടിയിലാണെന്ന് അറിഞ്ഞുകൂടാ. യാക്കോബക്കാരിയാണ്, കത്തോലിക്കനായ ചെറുപ്പക്കാരൻ. അവിടെ കൊണ്ട് കയറ്റി താമസിപ്പിച്ചു. എന്നിട്ട് എന്നെ ഫോണിൽ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി ഈ പെണ്ണിനെ അറിയുമോ? ഞാൻ പറഞ്ഞു, ഏത് പെണ്ണാ? ഇന്ന പെണ്ണ. ലക്ഷണമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളെ പിടികിട്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരാളുടെ ഭാര്യ, ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, ഭാര്യ. അവസാനം പ്രിയമുള്ളവരെ, 1 മാസം ഈ പെണ്ണും പിള്ളേ ആ മനുഷ്യൻ കൂടെ താമസിക്കും. ഞങ്ങൾ തമ്മിലിരുന്ന് പറയുമായിരുന്നു, നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇങ്ങനെ ഒരു വഴിയെ പോയൊരു പെണ്ണും പിള്ളെ പിടിച്ച് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുക? വഴിയെ കൂടെ പോകുന്ന ധർമ്മക്കാരനെ പിടിച്ച് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് നോക്കുക. ഒരു സ്ത്രീ അനാഥയായി വന്നപ്പോൾ അവർക്ക് അക്കോമഡേഷൻ കൊടുത്ത്, അവർക്ക് ഭക്ഷണവും കൊടുത്ത് 1 മാസം അവിടെ നോക്കി. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങേരെ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ ഒരു വെറും ചെറുപ്പക്കാരന്, 8ാം ക്ലാസ്സുകാരൻ, പ്രിയമുള്ളവരെ, ഭൂമിയെ കുലുക്കുക. വൈദികർക്ക് വേണ്ടി ധ്യാനം നടത്തുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സുകാരനെ കയറ്റി വിട്ടു. സാധാരണ അച്ഛന്മാർ പ്രതീക്ഷിച്ചത് PhD-കാരനെയാണ്. ഞാൻ 8ാം ക്ലാസ്സുകാരനെ കയറ്റി വിട്ടതോടെ അച്ഛന്മാരുടെ മുഖം ചുളിഞ്ഞു. സുനിൽ കയറി ആദ്യം ഞാൻ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് 8ാം ക്ലാസ് എന്ന് പറയരുത്. ആദ്യമേ കയറി പറഞ്ഞു 8ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളെന്ന് പറഞ്ഞു. അതോടുകൂടി അച്ഛന്മാർ എന്നെ തുറച്ചു നോക്കുന്നുണ്ട്. 1 മണിക്കൂർ സുവിശേഷ പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോൾ സഭയിലെ ഒരു പ്രഗത്ഭ കോർപ്പിസ്കോപ്പ ഫ്രണ്ടിലിരുന്നുകൊണ്ട് ഇത് മൂക്കിക്കൂടെയും വായിക്കൂടെയും ചാടുന്നു. അവസാനം പ്രസംഗം കഴിഞ്ഞപ്പം അച്ഛൻ എഴുന്നേറ്റിട്ട് മൈക്ക് മേടിച്ചിട്ട് പറഞ്ഞു, ഇയാളുടെ പ്രസംഗം കേട്ടപ്പോൾ തൊട്ട് കരയുകയായിരുന്നു. അതും കരയുന്നത് മോശക്കാരനൊന്നുമല്ല പ്രിയമുള്ളവരെ, 8-16 കേസുള്ള ഒരു അച്ഛനാണ്, സഭാ കേസിൽ പ്രതിയാണ്. ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നില്ല, അത്ര ഒരു അച്ഛനാണ്. എനിക്കറിയാം, അദ്ദേഹം ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല. അത്ര ചങ്കൂറ്റുള്ള മനുഷ്യൻ പൊട്ടിക്കരയുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി അച്ഛാ? അയാളുടെ പ്രസംഗം കേട്ടപ്പോൾ ചങ്ക് കത്തിപ്പോയത്. പ്രിയമുള്ളവർ, അതാണ് ഒരു 8ാം ക്ലാസ്സുകാരന് യേശുവിനെ കൊടുത്ത് ഭൂമിയെ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ക്രിസ്തുവിനെ കൊടുത്തുകൂടാ? അതുകൊണ്ട് നിങ്ങളെല്ലാം വിളിച്ചിരിക്കുന്നത് ഒരു രോഗസൗഖ്യത്തിന് മാത്രമല്ല, ഇച്ചിരി സുവിശേഷം കേൾക്കാൻ മാത്രമല്ല. ഇന്നൊരു തീരുമാനം എടുക്കണം. കർത്താവ്, ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി പ്രാർത്ഥിച്ച് ഒരു നല്ല ക്രൈസ്തവ കുടുംബമായി. ഞങ്ങൾക്കൊക്കെ പിള്ളേരുണ്ടെങ്കിൽ കർത്താവ് ചോദിച്ചാൽ 1-2 എണ്ണത്തിന്, ഇനി 1 ഉള്ളെങ്കിൽ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? കർത്താവിനോട് ചോദിച്ചാൽ കർത്താവിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് സാധനം. വേണോ ചോദിച്ചാൽ മതി. ഈയിടെ സൂനോറപ്പള്ളി വെച്ച് 1 വർഷം മുമ്പാണ് ഞാനൊരു പെണ്ണിനെ ചെറുക്കനെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞ് 4 വർഷമായിട്ടും പിള്ളേരില്ല. ഈ അടുത്ത കാലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സത്യത്തിൽ ഞങ്ങളെയൊക്കെ വിളിക്കുന്നത് നല്ല പിള്ളേരൊക്കെ ഉണ്ടാകണം, ദൈവമേ നല്ല അനുഗ്രഹം കിട്ടാനൊക്കെയാണ് ഈ വിളിക്കുന്നത്. പൈസയൊക്കെ തന്നിട്ട് കല്യാണം ആശീർവാദമൊക്കെ വിടുന്നത്. 4 വർഷം കഴിഞ്ഞ് കുട്ടികളുണ്ടാകുന്നപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞു, എൻ്റെ തിരുമേനി, കല്യാണമൊക്കെ തിരുമേനിയാണ് നടത്തിയത്, പക്ഷേ 4 വർഷമായിട്ടും പിള്ളേരില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചോദിച്ചാലുള്ള കുഴപ്പം കർത്താവ് ചിലപ്പോൾ 1 പകരം 2 തരുന്നെന്ന് പറഞ്ഞു. എന്നാ പറ്റി? ഇരട്ടയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായി ഇരട്ട. അതുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് ചോദിച്ചു, ഇരട്ട വേണോ? ഇരട്ട. എങ്ങനെ ചോദിച്ചാലും കർത്താവ് മക്കളെ ചോദിച്ചാൽ ഇഷ്ടം പോലെ വാരിക്കൊരുത്തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി ഇല്ലേലും വേണ്ടില്ല, ഉള്ളതിൽ നിന്ന്, അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ, ഒത്തിരിയൊന്നും ഇല്ലല്ലോ, ഉള്ളതിൽ നിന്ന് പ്രിയമുള്ളവരെ തമ്പുരാൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛനാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നാളെ സുവിശേഷം പഠിപ്പിക്കണം. ദൈവത്തിന് വേണ്ടി നിങ്ങൾ വിടുന്ന സ്കൂളിൽ അവൻ്റെ നാക്കേന്ന് അറിയാതെയാണേലും പറയണം യേശുവിനെക്കുറിച്ച്. ഒരു സായിപ്പും കുഞ്ഞ് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേർത്ത് പിടിച്ചിട്ടെടാ തമ്പുരാനുണ്ടോ നിൻ്റെ കൂടെ എന്ന് പറയാൻ കൽപ്പുള്ളൊരു കൊച്ചിനെ ഈ ഭൂമിക്ക് കൊടുക്കണം. നിങ്ങളൊരു ഡോക്ടറായിരിക്കും, ഒരു ഡോക്ടറായിട്ടായിരിക്കും നിങ്ങളുടെ കുഞ്ഞ് പോകുന്നത്. ആ ഡോക്ടറാണെങ്കിൽ അവിടെ നിന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കാം. ഒബാമയ്ക്ക് പോലും സാധിച്ചു. കണ്ടോ, ക്രിസ്ത്യാനിക്ക് പറ്റാത്തത് ഒബാമയ്ക്ക് സാധിച്ചു. ഒബാമ പറഞ്ഞു,
ക്രിസ്തീയ വിശ്വാസം സത്യത്തിൽ വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറയിപ്പിച്ചു ദൈവത്തെ കൊണ്ട് ഉണ്ടോ. അപ്പോൾ ഇത് തന്നെയാണ് പ്രഘോഷണം. അതുകൊണ്ട് നമുക്കൊക്കെ ജീവിതത്തിലൊരു പ്രഘോഷകരായി മാറാം. ഇനി നമ്മൾ ധ്യാനിക്കാനിരിക്കരുത്. നിങ്ങളൊക്കെ ഈ നാട്ടിലെ ധ്യാനഗുരുക്കന്മാരായി മാറണം. അടുത്തിരിക്കുന്ന ആളുകളെയൊക്കെ മുമ്പിൽ നിങ്ങൾ ധ്യാനഗുരുക്കന്മാരായി മാറണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഹൃദയം കർത്താവിലേക്ക് സമർപ്പിച്ച്. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ ദൈവം വിളിച്ചതാണ്. ഈ ആരോഗ്യത്തിൻ്റെ പിന്നിൽ, ഈ ജീവിതത്തിൻ്റെ പിന്നിൽ, ഈ സൗന്ദര്യത്തിൻ്റെ പിന്നിൽ, ഈ കഴിവിൻ്റെ പിന്നിൽ ഒരു കരമുണ്ട്. അത് നമ്മുടെ ദൈവം. ഒരു നിയോഗമുണ്ട് നമുക്ക് ഈ ഭൂമിയിൽ. തമ്പുരാനെ പോലെ ഒരു മനുഷ്യനായി, തമ്പുരാൻ്റെ സ്വരൂപവും സാദൃശ്യമുള്ള ഒരുവനായി ജീവിക്കുക. അങ്ങനൊരു ജീവൻ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോവുക. അങ്ങനെ വളരുന്ന ക്രിസ്തുവിൻ്റെ ശരീരം, അതാണ് സഭ. എവിടെയോ നമുക്ക് താളപ്പഴയുണ്ടായി. തമ്പുരാൻ്റെ സ്നേഹത്താൽ പ്രചോദിതമായില്ല നമ്മൾ. ഇതാ ദൈവവിളി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഞാൻ പ്രചോദിതനായി എൻ്റെ ഭർത്താവിന് ഒരു പാത്രം വെള്ളം എടുത്തു കൊടുക്കുക. ഈ ദൈവം എനിക്ക് തന്നതല്ലേ, ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനല്ലേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ എടുത്തു കൊടുക്കുന്നതിന് പറയുന്ന പേരാ ദൈവവിളി. ജോലി ചെയ്ത് തളരുന്ന തൻ്റെ ഭാര്യയെ സ്നേഹത്തോടെ എൻ്റെ കടമയെന്നുള്ള നിലയിലല്ല, ദൈവം എനിക്ക് തന്നതല്ലേ, അവൾക്കുണ്ടാകുന്ന വേദനകളും കുറവുകളും ഭാരങ്ങളും ഒക്കെ ആശ്വസിപ്പിക്കാൻ കൂടെ നിൽക്കാൻ വേണ്ടിയല്ലേ എന്നെ ദൈവം ഇവിടെ ആക്കിയത് എന്ന് പറഞ്ഞ് അവളുടെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുടെ അവസ്ഥയിൽ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ ദൈവവിളി. ഒരു ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു പുരോഹിതൻ യേശുവിൻ്റെ സ്നേഹത്തിൽ പ്രചോദനായി നിന്നുകൊണ്ട്, എൻ്റെ ദൈവം എനിക്ക് തന്ന ആടുകളാണ് ഈ ആടുകളെല്ലാം. ഇവർക്ക് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ഇവരെ ബലിപീഠത്തിൽ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലായത്. ഇവർക്ക് വേണ്ടി, ഇവരില്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല എന്ന് ചിന്തിക്കുന്നതാണ് ദൈവവിളി. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപക്ഷെ നമ്മളോടൊത്ത് സഹകരിക്കാതെ നിൽക്കുന്ന ചില വ്യക്തികൾ, ദൈവസ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് അവരെ അടുത്ത് ചെന്ന് സ്നേഹത്തോടെ, ചിരിച്ച മുഖത്തോടെ, സന്തോഷത്തോടെ അവരെ ശുശ്രൂഷിക്കുന്നതിന് പറയുന്ന പേരാ ദൈവവിളി. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് തന്നതാണ്. ആ കുഞ്ഞുങ്ങളെ ഉണ്ണിയേശുവിനെ പരിശുദ്ധ അമ്മ മാറോട് ചേർത്ത് വളർത്തിയതുപോലെ ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ച് ദേവാലയത്തിൽ കൊണ്ടുവന്നു ആരാധനയിലും പ്രാർത്ഥനയിലും എല്ലാം അവരെ സജ്ജരാക്കി തീർത്തതിന് പറയുന്ന പേരാ ദൈവവിളി. എൻ്റെ കർത്താവേ, വിളിച്ച വിളി നഷ്ടപ്പെടുത്തിയ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മാപ്പ്, ലഭിച്ച വിളിയോട് വിശ്വസ്ത പുലർത്താത്ത ജീവിതത്തെക്കുറിച്ച് മാപ്പ്. എൻ്റെ കർത്താവെ, വിളി തിരിച്ചറിയാതെ പോയതിന് മാപ്പ്. നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവെ, ധ്യാനം അവസാനിക്കുമ്പോൾ അങ്ങ് ഈ മക്കളുടെ എല്ലാം ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ തിരി കത്തിക്കണമേ കർത്താവെ. അങ്ങയുടെ കാൽവറിയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കാരുണ്യവും സ്നേഹവും ഓരോ മക്കളിലേക്കും ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രവൃത്തിയോ വാക്കോ, ഞങ്ങളുടെ പാപമോ, ഞങ്ങളുടെ ബലഹീനതയോ മൂലം നിൻ്റെ കാരുണ്യം ഈ ജനത്തിനൊഴുകാൻ തടസ്സമുണ്ടെങ്കിൽ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മാപ്പ് ചോദിക്കുക. എൻ്റെ മാത്രമല്ല, ലോകം മുഴുവനുള്ള എല്ലാ പുരോഹിതന്മാരുടെയും പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈ രാജ്യത്ത് ജീവിച്ച് മരിച്ച ഓരോ പുരോഹിതന്മാരുടെയും പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ദൈവസ്നേഹം അറിയാതെ, ദൈവവിളി തിരിച്ചറിയാതെ ജീവിച്ചു മരിച്ച പുരോഹിതന്മാരുടെ പാപങ്ങൾക്ക് മാപ്പ്. എൻ്റെ കർത്താവേ, ദൈവവിളി തിരിച്ചറിയാതെ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ലോകം മുഴുവനും
ദൈവവിളിയെ തിരിച്ചറിയാതെ, ദൈവസ്നേഹത്തെ തിരിച്ചറിയാതെ എന്തിനോ വേണ്ടി ജീവിച്ച് മരിക്കുന്ന ഓരോ മനുഷ്യർക്കും വേണ്ടി ഞങ്ങൾ ദമാപി യോജിക്കുന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ, ദൈവസ്നേഹം നിറക്കണമെന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാലോ തമ്പുരാൻ്റെ നേരെ ആ സ്നേഹം ഒഴുകട്ടെ കരങ്ങളിലൂടെ. ആ കാൽമുറിയിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ കീഴടങ്ങിയതിൻ്റെ ലക്ഷണമാണ്. യേശുവേ, പങ്കുചേർന്നിടണം, ആർദ്രത കാട്ടിയിടണം. ഉള്ളതിൽ പങ്കു നമഗതികൾക്കാ അറിഞ്ഞു നൽകണം മടിച്ചിടാതെ. ഉള്ളതിൽ പങ്കു നമഗതികൾക്കാ അറിഞ്ഞു നൽകണം മടിച്ചിടാതെ. അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ, അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ. സ്നേഹിച്ചു ജീവൻ തന്നവനാഥൻ സ്നേഹമായോതും നിതാ. സ്നേഹിച്ചു ജീവൻ തന്നവനാഥൻ സ്നേഹമായോതും നിതാ. അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ഈ കൊച്ചു ജീവിതം കർത്താവിനൊന്ന് കൊടുക്കാം. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കരം ഈ ഭൂമിയിൽ ഇപ്പോഴുണ്ടെങ്കിൽ അത് തമ്പുരാൻ്റെ കരം മാത്രം, ക്രിസ്തുവിൻ്റെ കരം. വേറെ ആരെയും നമ്മൾ വിശ്വസിക്കും? നമ്മുടെ ജീവിത പങ്കാളി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എത്ര ദുർബലമാവും ജീവിതം, എത്ര നാളുണ്ടാകും, എങ്ങനെ ഉണ്ടാകും എന്ന് ആർക്കറിയാൻ പറ്റും? നമ്മുടെ ഭാര്യയെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നമ്മുടെ ജീവിതം കൊടുക്കാൻ പറ്റിയ ഒരു കരം അത്ര ശക്തമാണോ അവളുടേത്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരം നമ്മുടെ ജീവിതം എടുത്തു കൊടുക്കാൻ ശക്തമായൊരു കരമാണ്. നിങ്ങൾക്ക് വിലപ്പെട്ടതൊന്നും കൊടുക്കാൻ ശക്തമായൊരു കരം ഈ ഭൂമിയിൽ ആരുമില്ല. ഏതെങ്കിലും ഒരു ബാങ്കിൽ നിക്ഷേപിക്കാമെന്ന് വിചാരിച്ചാൽ ഏത് ബാങ്കിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? കുമിള പോലെയല്ലേ എല്ലാം പൊട്ടുന്നത്, തകരുന്നത്. ഏത് രാജ്യത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? എപ്പോഴാണ് ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തകരുന്നതെന്ന് നമുക്കറിയാൻ പറ്റുകയല്ലോ. നമുക്കുള്ളതൊക്കെ കൊടുക്കാൻ പറ്റിയൊരു കരവേദ. ഏതെങ്കിലും ഒരു മനുഷ്യനെ വിശ്വസിച്ചാൽ
അവൻ മരിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതം തകരാറിലാവില്ലേ? കൊടുക്കാൻ പറ്റിയൊരു കാരണം, ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് ഉറപ്പുള്ളവൻ ക്രിസ്തു, മരണമില്ലാത്തവൻ. അവൻ നമ്മുടെ കൂടെയുണ്ട്. യേശുവേ, നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാനിവർക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ്, നീ ഈ മധ്യത്തിലുണ്ട്. ഇതുവരെയും ഒരു ധ്യാന സ്ഥലത്തു നിന്നും ലജ്ജിച്ചു പോകേണ്ടി വന്നിട്ടില്ല. ഒത്തിരി കുറവുകളോടും പോരായ്മകളോടും കൂടിയാണ് ഓരോ ധ്യാനങ്ങളിലും നിന്റെ നാമം പ്രഘോഷിക്കാൻ നീ തന്ന പദവിയിൽ നിന്നിട്ടുള്ളത്. ആ പദവിയും സ്ഥാനവുമൊക്കെ നീ എനിക്ക് തന്നത്. അവിടെ നിന്നുകൊണ്ട് നിന്നെക്കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കർത്താവേ, ഇതാ ഞാൻ ഇവർക്കൊരു ഓഫർ കൊടുക്കുക. യേശു ഈ മധ്യത്തിലുണ്ട്. ഈ ധ്യാനം തീരുമ്പോൾ വ്യക്തമായ അടയാളങ്ങളിലൂടെ അങ്ങിവിടെ ഉണ്ടെന്ന് അങ്ങ് തെളിയിക്കണമേ. അങ്ങിവരെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് തെളിയിക്കണമേ കർത്താവേ. അതിനുവേണ്ടി ഞാൻ ഈ മക്കളെ എല്ലാം സമർപ്പിക്കും. എൻ്റെ കർത്താവേ, ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങട്ടെ. ജീവിതത്തിൽ ഒത്തിരി വേദനിക്കുന്ന മക്കളുണ്ട്. അവരുടെ വേദനകൾ ഈ ധ്യാനത്തിലൂടെ അങ്ങ് സൗഖ്യപ്പെടുത്തും. ഒത്തിരി കരയുന്ന മക്കളുണ്ട്. അവരുടെ കണ്ണുനീരുണങ്ങണം. ഒത്തിരി മനസ്സ് മുറിഞ്ഞ മക്കളുണ്ട്. ആരാലും മനസ്സിലാക്കപ്പെടുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന മക്കളുണ്ട്. അവരെക്കുറിച്ച് കർത്താവ് അങ്ങ് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ലല്ലോ, നാട്ടിലുള്ള ബന്ധുക്കൾ മനസ്സിലാക്കുന്നില്ലല്ലോ, സഹോദരങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ഓരോരുത്തരെയും സമർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് അങ്ങ് ഈ ദേവാലയത്തിനകത്തോടെ ഇറങ്ങി നടന്ന് ഓരോ മനുഷ്യനെയും ചേർത്ത് പിടിക്കണമേ, ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവോട് ഓരോരുത്തരും നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമല്ലേ പരിശുദ്ധാത്മാവ്? അങ്ങ് ഞങ്ങളോട് പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാഗ്ദാനം അങ്ങയുടേതാണ്. യേശുവേ, നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അനുസരിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇവരിലേക്ക് പ്രവേശിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഇവരിലേക്ക് വന്ന് നിറയട്ടെ. കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവർ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട്, ശക്തി കൊണ്ടും കൃപകൾ കൊണ്ട് ഇവർ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗവർക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളൊന്ന് ഉയർത്താം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവിനോട്. യേശുവേ ഒന്ന് പ്രാർത്ഥിച്ച എല്ലാവരും. യേശു എല്ലാവരും പ്രാർത്ഥിച്ചേ. ജീസസ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവിനെ ഒന്ന് വിളിച്ചേ. യേശുവേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവിനോട് ആത്മാർത്ഥതയോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കുക കർത്താവിനോട്. ചേർന്ന് പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ച എല്ലാവരും ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും. എല്ലാവരും ചേർന്ന് ഭവനാത്മാവേ, ചേർന്ന് പാടിക്കല്ലോ. ചേർന്ന് ഭാവനാത്മാവേ വിളിച്ചേ. സർവ്വനായിട്ട് എല്ലാവരുടെയും നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചേ. സർവ്വനായിട്ട് എല്ലാവരുടെ എല്ലാവരുടെ സർവ്വനായിട്ട് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എല്ലാവരും സ്വരമുയർത്തി